ചേർന്നത് പാടിക്കേ. താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാം എന്നെ ഇപ്പോൾ ശരണ എൻ കർത്താവേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാം എന്നെ രക്ഷിക്കാം എന്നെ ഇപ്പോൾ വൻഭാരങ്ങൾ പ്രയാസങ്ങൾ എൻ ചാരവേ ഞാൻ സ്നേഹസഖിയായി ഈ ലോകസാഖികളെല്ലാരും രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മതി. എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എൻ യേശു മാത്രം. ഏതു നേരത്തും എൻ്റെ യേശു മാത്രം മതി. Hallelujah. Glory. We worship you, Lord. We glorify. എൻ ക്ഷീണിത ലോകത്തിൽ നീ മാത്രമേ വൈദ്യൻ. മറ്റാരും
രക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും യേശു മാത്രം മതി. യേശു മാത്രം മതി. എൻ ക്ഷീണിത ലോകത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. മാർവിടം എന്നാശ്രയം എൻ്റെ യേശു കർത്താവേ. എൻ്റെ രക്ഷകായൻ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ വിശുദ്ധ പകലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വം കരയേറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. വലിയ ദൈവസാന്നിധ്യത്തിനായി നന്ദി. ആദിയോടന്തം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ചു വഴി നടത്തണം. മുഴുവൻ മഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിന് നമുക്ക് മഹത്വം കരയറ്റാം, കർത്താവിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ദൈവത്തിൻ സ്നേഹത്തിന് ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. ഹല്ലേലൂയ. നമ്മളിവിടെ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനാണ്. നമ്മുടെ നാവ് കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്തത്ര നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലുണ്ട്. മറ്റൊരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെളുതോ, 10,000 ഒരു അംശം ചൊല്ലുവാൻ പാരിൽ അസാധ്യമഹോ. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് 1000 വാക്കുകൾ കൊണ്ട് വർണ്ണിപ്പാൻ കഴിയത്തില്ല. നിന്ദകൾ ഏറിടും വേളകളിൽ, പഴി ദോഷി ഏറിടും നാളുകളിൽ തകർന്നു പോകാതെ നമ്മെ കരുതുന്നവൻ, എന്നും താങ്ങിടും നിത്യവും തൻ്റെ കൃപയാൽ നമ്മെ കരുതുന്നവൻ. ഉറ്റവരേവരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പോകിടുമ്പോൾ തെല്ലും ഭയം എനിക്ക് യേശുവില്ല. പലപ്പോഴും മരണത്തിൻ്റെ താഴ്വരകളിൽ കൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം. Even though I may walk through the valley of the shadow of death,
I will fear no evil because he is with me. നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ഒരു കർത്താവ്. എത്ര പേർക്ക് ആ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ കഴിയും? സന്തോഷത്തോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ഹൃദയംഗമായി നമുക്ക് സ്തുതിക്കുകയും ഹൃദയംഗമായി നമുക്ക് ആരാധിക്കുകയും മഹത്വം കരയേറ്റുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. Yes. Praise the Lord. Hallelujah. കരമടിച്ച് ചേർന്ന് പാടി ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പണ്ണാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ. എല്ലാ ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്യണേ. വൻ കൃപയാൽ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പണ്ണാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും. വൻ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. നിന്നകളേറിടും വേളകളിൽ വഴിദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്ന തിമോത്തി പാട്ട് പാട്. താങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്നകളേറിടും വേളകളിൽ വഴിദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ. താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ കൃപയാൽ ഉറ്റവരേവരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയമെനിക്കേശുകില്ല. ഉറ്റവരേവരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയമെനിക്കേശുകില്ല. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ഹല്ലേലൂയ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി.
ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. നാഥനവനെന്റെ കൂടെയുണ്ട്. ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ ഓ ഹല്ലേലൂയ. കൃപയാൽ നിന്നകളേറിടും വേളകളിൽ വഴിദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്നകളേറിടും വേളകളിൽ വഴിദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ ചങ്കിലെ ചോര തന്നെന്റെ വീണ്ടെടുത്തവരെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. ദൈവത്തിന്റെ കൃപ വർണ്ണിപ്പാൻ അസാധ്യം. ദൈവത്തിന്റെ കൃപ എങ്ങനെ വർണ്ണിക്കുവാൻ കഴിയും? അത് വർണ്ണിക്കുവാൻ അസാധ്യം. ഓ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈബലത്താലല്ല, ഇല്ലയോ എന്നെ
കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്നിതേ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നയല്ലയോ നിന്നത് കൃപയാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാ, വൈഷമ്യം വീടുകളിൽ കരം പിടിച്ചു എന്നെ. ആമേൻ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ നടത്തിയല്ലോ, കഴിഞ്ഞ നാളുകളിൽ നടത്തിയ കർത്താവ്. വൈഷമ്യം വീടുകളിൽ കരം പിടിച്ചു എന്നെ. ആമേൻ. എണ്ണിയാൻ ചൊല്ലിയാൻ ഹല്ലേലൂയ. പ്രബലേരഗദേരബലേരഗധാരവ ശംഭൂരിയധാരവരാനവ. ഓ നന്ദി യേശുവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾക്കോ, നീ ചെയ്ത ഉപകാരങ്ങൾക്കോ, നീ ചെയ്ത വിശ്വസ്തതകൾക്കോ നന്ദി, 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 നന്ദി യേശുവേ. ഓ Hallelujah, glory, hallelujah. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തി കൊണ്ടല്ല, എൻ്റെ കൈയുടെ ബലം കൊണ്ടല്ല. 2026 2-ാം മാസത്തിൽ 1-ാം ദിനത്തിൽ നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ ശക്തി കൊണ്ടല്ല, കൈയുടെ ബലം കൊണ്ടല്ല, എൻ്റെ ദയ ഒന്ന്
മാത്രം, നിന്റെ കൃപയൊന്നു മാത്രം. ദൈവത്തിൻ്റെ ദയയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഓരോ മേഖലകളെ നോക്കുമ്പോഴും ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. വചനം പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. മലകൾ വിലകിപ്പോണാലും പർവ്വതങ്ങൾ പെയർന്നു പോണാലും അവർ കിരുബൈ, അവർ ഇറക്കം என்றுം മാറാതെ നമ്മ വാഴ്വിലെ. ഗ്ലോറി ടു ഗോഡ്. അവന്റെ ദയ നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറുകയില്ല എന്നാണ് ദൈവിക വാഗ്ദത്തം. എത്ര പേർക്ക് ആ ദൈവത്തെ ആരാധിക്കാൻ സന്തോഷമുണ്ട്? നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് പാടാം. യഹോവ നിസ്സി എന്തൻ ജയമാനവർ, യഹോവ ഷമ്മ എന്നോട് ഇരുപ്പവർ, എൻ വാഴ്വിൻ നമ്പിക്കയാനവർ, എൻ വാഴ്വിൽ என்றுം പോതുമാനവർ, എന്നും അവൻ മതിയായവന്. ടഫ് ടൈംസ് വരും, ഡിഫിക്കൽട്ട് ടൈംസ് വരും. ഇംഗ്ലീഷിൽ മനോഹരമായൊരു പാട്ട് ഡോൺ മോയൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഇഫ് യു ആർ വാക്കിംഗ് ത്രൂ ദ വാലി, there are shadows all around. You may be thinking that may be real, but when you come closer, you see that's only shadows. യാഥാർത്ഥ്യമെന്ന് ചിന്തിക്കുന്ന പലതും അടുത്ത് വരുമ്പോൾ നിഴലുകളായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബട്ട് സ്റ്റിൽ ഗോഡ് ഈസ് ഗുഡ്. അതിൻ്റെ മധ്യത്തിൽ ഹി ഈസ് ഗുഡ് ടു കീപ് യു സേഫ് ആൻഡ് സൗണ്ട്. നിന്നെ സുരക്ഷിതമായി സൂക്ഷിപ്പാൻ ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. ആ പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. മലകൾ വിലകിപ്പോണാലും കരമടിച്ച് പോനാലും പർവ്വതങ്ങൾ പെയർന്നു പോനാലും മലകൾ വിലകി പോനാലും പർവ്വതങ്ങൾ പെയർന്നു പോനാലും അവർ കിരുബൈ അവരിരക്കം മാറാതെ എന്റെ വാഴ്വിൽ. അവർ കിരുബൈ അവരിരക്കം മാറാതെ. ഒന്ന് പാടാൻ ശ്രദ്ധിച്ച്. മലകൾ വിലകി പോനാലും പർവ്വതങ്ങൾ പെയർന്നു പോനാലും മലകൾ വിലകി പോനാലും പർവ്വതങ്ങൾ പെയർന്നു പോനാലും അവർ കിരുബൈ അവരിരക്കം മാറാതെ എന്റെ വാഴ്വിലേ. അവർ കിരുബൈ അവരിരക്കം മാറാതെ എന്റെ വാഴ്വിലേ. വിട്ടു വിലകാതെ ആണ്ടവർ, എന്നെ ഒരുപോതും കൈവിടാതെ സ്നേഹിതർ. എന്നെ വിട്ടു വിലകാതെ ആണ്ടവർ, എന്നെ ഒരുപോതും കൈവിടാതെ സ്നേഹിതർ. എനക്കായ ജീവൻ തന്ന രക്ഷകർ, എൻ വാഴ്വിൽ എന്നും പോതുമാനവർ. എനക്കായ ജീവൻ തന്ന രക്ഷകർ, എൻ വാഴ്വിൽ എന്നും പോതുമാനവർ. മലകൾ വിലകി പോനാലും പർവ്വതങ്ങൾ പെയർന്നു പോനാലും മലകൾ വിലകി പോനാലും പർവ്വതങ്ങൾ പെയർന്നു പോനാലും അവൻ കിരുബൈ
ஜெயமானவர், யெகோவா ஷம்மா என்னோடு இருப்பவர், யெகோவா நிசி எங்கள் ஜெயமானவர், யெகோவா ஷம்மா என்னோடு இருப்பவர், என் வாழ்வின் நம்பிக்கையானவர், என் வாழ்வில் இன்று போதுமானவர், என் வாழ்வின் நம்பிக்கையானவர், என் வாழ்வில் இன்று போதுமானவர். மலைகள் விலகி போனாலும், பர்வதங்கள் பெயர்ந்து போனாலும், மலைகள் விலகி போனாலும், பர்வதங்கள் பெயர்ந்து போனாலும், அவர் கிருபை அவர் இரக்கம் மாறாத என்னை வாழ்விலே, அவர் கிருபை அவர் இரக்கம் மாறாத என்னை வாழ்விலே, யெகோவா ராஃபா எங்கள் போதுமானவர், வழுவாமல் என்னை என்று காப்பவர், என் வாழ்வில் என்று போதுமானவர். மலைகள் விலகி போனாலும், பர்வதங்கள் பெயர்ந்து போனாலும், மலைகள் விலகி போனாலும், பர்வதங்கள் பெயர்ந்து போனாலும், அவர் கிருபை அவர் இரக்கம் மாறாத எங்கள் வாழ்விலே, அவர் கிருபை அவர் இரக்கம் மாறாத, அவர் கிருபை அவர் கிருபை அவர் இரக்கம் மாறாத, அவர் கிருபை அவர் கிருபை அவர் இரக்கம் மாறாத. ஓ மலைகள் விலகி போனாலும், மலைகள் விலகி போனாலும், பர்வதங்கள் பெயர்ந்து போனாலும், அவர் கிருபை அவர் இரக்கம் மாறாத எங்கள் வாழ்விலே, அவர் கிருபை அவர் இரக்கம் மாறாத எங்கள் வாழ்விலே. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ശക്തിയോടെ 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 ശക്തിയോടെ. ഹല്ലേലൂയ. പർവ്വതങ്ങൾ കുലുങ്ങിയാലും അല്ലേ, കുന്നുകൾ മാറിപ്പോയാലും, പർവ്വതങ്ങൾ നീങ്ങിയാലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്നത്രേ കർത്താവ് നമ്മോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ടുമാറില്ല കേട്ടോ. നമ്മൾ ആദ്യം പാടിയതുപോലെ കൂരിരുൾ താഴ്വര പോകിയിടുമ്പോൾ തെല്ലും ഭയപ്പെടേണ്ട. കാരണം കൂരിരുൾ പാതയിൽ ഭയം കൂടാതെ നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് പ്രിയരെ. ഒരു കർത്താവ് നമുക്കുണ്ട്, ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ട്രസ്റ്റ് നമുക്ക് വേണം, ആ ആശ്രയം നമുക്കിന്ന് വേണം. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ നമ്മെ നടത്തുന്ന ദൈവം, നടത്തിയ ദൈവം വൈഷമ്യ മേടുകളിലും കരം പിടിച്ച് നടത്താൻ മതിയായവനാ. അവൻ്റെ ദയ നമ്മെ വിട്ടുമാറത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡോൺ മോഹൻ പാടുന്ന പാട്ട്, ഇഫ് യു ആർ വാക്കിംഗ് ത്രൂ ദ വാലി ദേർ ആർ ഷാഡോസ് ഓൾ അറൗണ്ട്. എവിടെ നോക്കിയാലും നിഴലുകൾ മാത്രം. യാഥാർത്ഥ്യമെന്ന് ചിന്തിക്കുന്നു, പക്ഷേ that's not the real thing, reality. It's only shadows. ഇന്ന് പകലിൽ ഓർക്കുക, അവിടെയും നിന്നെ സുരക്ഷിതമായി കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട്. Oh, we worship you, we worship you, we worship you, we glorify. നമ്പുവേൻ യേശു ഒരുവരെ, ഞാൻ നമ്പുവേൻ യേശു ഒരുവരെ, നമ്പുവേൻ യേശു ഒരുവരെ, ഞാൻ നമ്പുവേൻ യേശു. എന്നെ യേശുവിനെ മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം.
ഓ നമ്പുവേ. ഒന്ന് ചേർന്ന് പാടിക്കേ. 4 വരിയല്ലേ. ഓ നമ്പു. സഭയെല്ലാം ഒന്ന് ചേർന്ന് പാടിക്കേ. Church of God, sing together. Oh നമ്പുവേ യേശു ഒരുവരേ. நான் நிற்கும் பூமி நிலை குலைந்து அழிந்தாலும் என் நம்பிக்கையின் அஸ்திபாரம் அசைந்தாலும் நான் நிற்கும் பூமி நிலை குலைந்து அழிந்தாலும் என் நம்பிக்கையின் அஸ்திபாரம் அசைந்தாலும் நான் நம்புவதற்கு ஒன்றுமில்லை என்றாலும் நம்புவேன் என் இயேசு ஒருவரே. நான் நம்புவதற்கு ஒன்றுமில்லை என்றாலும் நம்புவேன் என் இயேசு ஒருவரே. நம்புவேன் என் இயேசு ஒருவரே. நம்புவேன் என் இயேசு ஒருவரே. Lord, I put my trust in you, Lord. நம்புவேன். Oh என் பாதை எல்லாம் அந்தகாரம் சூழ்ந்தாலும் வாழ்க்கை முடிந்தது மறுவாழ்வு இல்லை என்றாலும் என் பாதை எல்லாம் அந்தகாரம் சூழ்ந்தாலும் வாழ்க்கை முடிந்தது மறுவாழ்வு இல்லை என்றாலும் என்னை தேற்றுவதற்கு Lord, I trust in you. I put my trust in you, Lord. You alone. நம்புவேன் இயேசு ஒருவரே. உலக சத்துரியாதலே. എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയാൻ കഴിയും? என் நம்பிக்கையின் அஸ்திபாரம் அசைந்தாலும் நான் நிற்கும் பூமி நிலை குலைந்து அசைந்தாலும் அழிந்தாலும் நான் நம்புவேன் உம்மை மட்டும் நான் நம்புவேன். என் நீர் மட்டும் சுகமளிக்கும் கர்த்தர். நீர் மட்டும் அற்புதங்களை செய்யும் கர்த்தர். நீர் மட்டும் ஓ நான் நம்புவேன். Lord, I put my trust in you. Praise be to God. Be glory to God. We worship you, Lord. We worship you, Lord. We glorify you. We exalt your holy name. എന്നെ നടത്തും ആ പൊന്നുകാര
ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമായില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ,
പോകണമെന്നെ കാണിക്കണം. പോകേണ്ട വഴി വരികൾ ചേർന്ന് പാടണം. ഇപ്പോൾ മറ്റൊരു പരിപാടികളും വേണ്ട. എല്ലാ കണ്ണുകളും ഫോക്കസ് ദൈവത്തെങ്കിലേക്കാകട്ടെ. ആശ്വാസം നീയേ, നമുക്കുള്ള ആശ്വാസം, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും.
ദിവ്യ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം യേശുവിന് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സാംസ് 91 91 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്താം. ജോയൽ മുൻപോട്ട് വന്ന് 91 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. Let's read Psalms 91 together, verse by verse. He who dwells in the secret place of the Most High shall abide under the shadow of the Almighty. Surely he shall deliver you from the snare of the fowler and from the perilous pestilence. You shall not be afraid of the terror by night, nor of the arrow that flies by day. A 1,000 may fall at your side, and 10,000 at your right hand, but it shall not come near you. Because you have made the Lord, who is my refuge, even the Most High, your dwelling place. For he shall give his angels charge over you, to keep you in all your ways. You shall tread upon the lion and the cobra, the young lion and the serpent you shall trample underfoot. Let's read the last two verses together. He shall call upon me, and I will answer him. I will be with him in trouble. I will deliver him with honor him. With long life I will satisfy him and show him my salvation. Amen. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ശക്തിയോടെ പോരാ 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 ശക്തിയോടെ. ആമേൻ. എല്ലാവർക്കും ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ മാസത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദിവസങ്ങൾ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പെട്ടെന്ന് 2026 കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആയില്ല. പെട്ടെന്ന് 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 ദിവസങ്ങൾ, നാളുകൾ, മാസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ, പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും കുന്നുകൾ മാറിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. ആ കർത്താവിൻ്റെ ദയ നമ്മെ വിട്ടുമാറാതെ ഇന്ന് വരെയും നമ്മോട് കൂടെ ഇരുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതിൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം അതാണ് അല്ലേ? ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ഒരുപാട്
വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ നിറവേറണമെങ്കിൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം, അത്യുന്നതിൻ്റെ മറവിൽ നാം മറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സർവശക്തൻ്റെ നിഴലിന് കീഴിൽ നാം പാർക്കേണ്ടത് ആവശ്യമാണ്. ഇത് രണ്ടും നാം ചെയ്യുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, ഒത്തിരി സംരക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകളിലൊക്കെ നാം അത്യുന്നതൻ്റെ മറവിലാണോ മറഞ്ഞിരുന്നേ? സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണോ നാം പാർത്തേ? അങ്ങനെയെങ്കിൽ വചനം പറയുന്ന ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അനർത്ഥങ്ങളും ബാധകളുമൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ വചനത്തിൽ പ്രാരംഭമായ വാക്കുകളിൽ കണ്ടത്. പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, രാത്രിയിലെ ഭയം, ഇതൊക്കെ ലോകത്തിലുണ്ട്. ലോകത്തിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും നിന്നെ തൊടാതിരിക്കില്ല, നിന്നെ തൊടുകയില്ല. ഇതൊന്നും നിന്നെ എന്ത് ചെയ്യില്ല, നിനക്ക് അടുത്ത് വരികയില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ന്റെ മറവിൽ മറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ആശ്രയം എവിടെയാണ്? നമ്മളിന്ന് പാടിയ ആശ്രയം നീയേ, ആശ്വാസം നീയേ. പാടാനൊക്കെ എല്ലാവർക്കും പറ്റും. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ലോർഡ് ഐ പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു. എൻ്റെ ആശ്രയം ഞാൻ നിന്നിൽ വെക്കുന്നു. ഐ പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു. എൻ്റെ ആശ്രയം ഞാൻ നിന്നിൽ വെക്കുന്നു. ദൈവത്തിലാണോ നമ്മുടെ ആശ്രയം? എവിടെയാണ് നമ്മൾ മറിഞ്ഞിരിക്കുന്നത്? ലോകത്തിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്. ലോകത്തിൽ ആശ്രയം വെച്ചിട്ടുള്ളവരുണ്ട്. ലോകത്തിൽ ആശ്രയം അങ്ങനെയുള്ളവരെ കുറിച്ച് 20-ാം സങ്കീർത്തനം പറഞ്ഞ ചിലർ രഥങ്ങളിലും കുതിരകളിലും എന്ത് ചെയ്യുന്നു? ചില രഥങ്ങളിലും കുതിരകളിലും, ഈ സൈഡിൽ നിന്ന് എനിക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ആ ബാക്കിയൊന്നും അറിയില്ലേ? ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. അപ്പോൾ ആശ്രയങ്ങൾ പലയിടത്തുണ്ട്. രഥങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്, കുതിരകളിൽ ആശ്രയിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അതോറിറ്റി ആൻഡ് പവർ. രഥം എന്തിനെ കാണിക്കുന്നു? അധികാരത്തെ കാണിക്കുന്നു. കുതിര എന്തിനെ കാണിക്കുന്നു? ശക്തിയെ കാണിക്കുന്നു. ചിലർ പണത്തിൽ ആശ്രയിക്കുന്നു, ചിലർ മറ്റു പല മേഖലകളിൽ ആശ്രയിക്കുന്നു. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു കൂട്ടരുണ്ട്. അവിടെ ആ 2 കൂട്ടരെ 3 കൂട്ടരെ അവിടെ കാണിക്കുന്നു. രഥങ്ങളിലും കുതിരകളിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ, കർത്താവിൽ ആശ്രയിക്കുന്നു. സോ വേർ ഈസ് അവർ ട്രസ്റ്റ്? നമ്മുടെ ട്രസ്റ്റ് എവിടെയാണ്? നമ്മുടെ ആശ്രയം എവിടെയാണ്? തിന്നതിൻ്റെ മറവിൽ നാം മറിഞ്ഞിരിക്കണം. അതെല്ലാ സമയത്തും മറിഞ്ഞിരിക്കണം. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ നാം പാർക്കണം. അതെല്ലാ സമയത്തും പാർക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തനങ്ങളിൽ, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ വാക്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് 91-ാം സങ്കീർത്തനം. ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ച് കാണും. എൻ്റെ ലൈഫിൽ എനിക്ക് ആശ്വാസം തരുന്ന, ബലം തരുന്ന, വ്യക്തിപരമായി എന്നെ ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് എനിക്ക് കുറച്ച് പ്രോസ്പെരിറ്റി
പ്രോമിസുകൾ ഉള്ളത് കൊണ്ടല്ല, ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള അഷ്വറൻസ് ഈ സങ്കീർത്തനം തരുന്നുണ്ട്. ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് തരുന്നുണ്ട്. അവസാന വാക്യം എന്താ പറയുന്നത്? അവസാനത്തെ 2-3 വാക്യങ്ങൾ, അവൻ എന്നോട്, കണ്ടോ, എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? വിടുവിക്കും. അപ്പം ദൈവം നമ്മെ വിടുവിക്കണമെങ്കിൽ നമ്മൾ ആരോട് പറ്റിയിരിക്കണം? ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കും. പറ്റിയിരിക്കുന്ന, അല്ലേ? പലയിടത്തും നമ്മൾ ഈ പറ്റിയിരിക്കുക എന്നുള്ള വാക്ക് വായിച്ചിട്ടുണ്ട്, അല്ലേ? പറ്റിയിരിക്കുക, ചേർന്നിരിക്കുക, ചേർന്നിരിക്കുക. മോർ ക്ലോസർ, മോർ ക്ലോസർ. അടുത്തത് അവൻ്റെ നാമത്തെ അറിയുകയാൽ. അപ്പൊ ചേർന്നിരിക്കുന്നവരെ ദൈവത്തിന് വിടുവിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അവൻ്റെ നാമത്തെ അറിയുന്നവരെ അവനെ സൗഖ്യമാക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അടുത്തത്, അപ്പോൾ സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുന്നവൻ, അത്യുന്നതന്റെ നിഴലിൽ മറഞ്ഞിരിക്കുന്നവൻ, അല്ലെ? അത്യുന്നതന്റെ എങ്ങനെയാ? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുന്നവൻ. അടുത്തത്, ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ, അവൻ്റെ നാമത്തെ അറിയുന്നവൻ. അടുത്തത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തി എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് അവന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരാമേൻ പറഞ്ഞേ. അതുകൊണ്ടാണ് വചനത്തിലെ മനോഹരമായൊരു വാക്യമുണ്ട്, അല്ലേ? ഹോട്ട് ലൈൻ എന്ന് വിളിക്കും. ഏതാ അത്? ഏതാ? യിരെമ്യാവ് റെഫറൻസ് നിങ്ങൾ പറഞ്ഞു. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ആരോളും. 33:3 കേട്ടോ? ഹോട്ട് ലൈനാ. ഹോട്ട് ലൈൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ടെലിഫോണിലുണ്ട്. അതിൻ്റെ അർത്ഥം, അതെന്താ സംവിധാനം എന്നറിയോ? നിങ്ങളെപ്പോൾ വിളിച്ചാൽ ആ നമ്പർ കണക്റ്റ് ആകും. ആ നമ്പർ, അതിൻ്റെ പേരാണ് ഹോട്ട് ലൈൻ. ദൈവത്തിൻ്റെ ലൈൻ എൻഗേജ്ഡ് അല്ല. ഇറ്റ്സ് എ ഹോട്ട് ലൈൻ. ജെറമിയ 33:3 കോൾ അൺടു മീ ഐ വിൽ ആൻസർ. ഇവിടെ പറയുന്നു, എന്നോട് പറ്റിയിരിക്കുന്നവൻ, എൻ്റെ നാമത്തെ അറിയുന്നവൻ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുന്നവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉത്തരം അരുളാതിരിക്കും? എനിക്ക് എങ്ങനെ ഉത്തരം അരുളാതിരിക്കാൻ കഴിയും? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരം അരുളും. കഷ്ടകാലത്ത്, ഇൻ ടൈംസ് ഓഫ് ട്രബിൾസ്, പെട്ടെന്ന് ആ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടൊന്നും ഒരു പ്രതിസന്ധിയും വരില്ല. വരുമോ? ഒരു പ്രതിസന്ധിയും വരില്ല. നേരത്തെ മുൻകൂട്ടി അറിയിച്ച് നമ്മൾ നല്ല ആരോഗ്യത്തോടെയൊക്കെ നടക്കുക. പെട്ടെന്നാണ് നമ്മൾ രോഗികളാകുന്നത്. പെട്ടെന്നാണ് നമ്മുടെ അവസ്ഥകളും സ്ഥിതികളും ഒക്കെ മാറുന്നത്. പെട്ടെന്നാ നമ്മൾ ഓർക്കാപ്പുറത്താണ്, അല്ലേ? എൻ്റെ കാലിൽ ഇതേണ്ടൊരു മുറിവ് വന്നിട്ട് ഉണങ്ങുന്നില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഷുഗറൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ വഴിക്ക് അത് പോകുന്നു, മുറിവ് അതിൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷേ പെട്ടെന്നൊരു പ്രതിസന്ധി, ഓർക്കാപ്പുറത്തൊരു പ്രതിസന്ധി, അല്ലേ? പലരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മളെ പേടിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ കേൾക്കും. അതിനുശേഷം അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ കേൾക്കുന്നു. അപ്പം ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. കഷ്ടകാലം. ചിലപ്പോൾ ജീവിതത്തിൽ ചില ട്രബിൾസ് വരും, ചില കഷ്ടങ്ങൾ വരും, ചില പ്രയാസങ്ങൾ വരും. കഷ്ടകാലം, മലയാളത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, കഷ്ടകാലം. ലോകമനുഷ്യരൊക്കെ പറയും കഷ്ടകാലം, കഷ്ടകാലം, കഷ്ടകാലം. പക്ഷെ വചനം പറയുന്നു, കഷ്ടകാലം വന്നാലും നീ പേടിക്കണ്ട, ഞാൻ അവനോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സാമീപ്യം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ് കേട്ടോ.
കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ആ വാക്യത്തിന് ഇങ്ങനെ ഒരു വിശദീകരണം കൊടുക്കും. ഇങ്ങനെയാ, അതിൻ്റെ മുകളിലെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ എല്ലാ വഴികളിലും കാക്കുവാൻ ദൂതനോട് കൽപ്പിക്കും. പക്ഷേ ഇപ്പം നിൻ്റെ പ്രയാസത്തിൽ ഞാൻ നേരിട്ട് അവൻ്റെ അടുക്കിലോട്ട് ഇറങ്ങി വരും. ഞാൻ ദൂതനെ ഏൽപ്പിക്കത്തില്ല. എൻ്റെ കുഞ്ഞ്, എൻ്റെ മോൻ, എൻ്റെ മോൾ, എൻ്റെ പൈതൽ വിഷമിക്കുമ്പം ദൂതൻ വേണ്ട, ഞാനേ ഇറങ്ങിച്ചെന്ന് അവനെ സഹായിക്കും, അവൻ്റെ കൂടെ ഇരിക്കും. ICUവിൽ ICUവിൽ ഒരു മനുഷ്യനും കയറാൻ പറ്റത്തില്ല, ഡോക്ടേഴ്സും നേഴ്സുമാരും ഒഴിച്ച്. പക്ഷേ എൻ്റെ കർത്താവിന് അവിടെ ചെല്ലാൻ പറ്റും. കൊറോണ വന്നപ്പോൾ ക്വാറന്റൈൻ എന്ന വാക്ക് നമ്മൾ കേട്ടു. ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് വന്ന് ചോറ് തരാൻ പറ്റത്തില്ല, മക്കൾക്ക് വന്ന് ചോറ് തരാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സും നേഴ്സുമാരും പേടിപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ അടുക്ക വരുന്നത്. അവരെ കാണുമ്പോഴേ ഉള്ള ശ്വാസവും കൂടെ പോകും. അങ്ങനെ തന്നെ കുറേ പേര് മരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാം കൂടെ മൂടിക്കെട്ടി വന്ന് ദൈവമേ അന്യഗ്രഹ ജീവികളാണല്ലോ എന്നെ ശുശ്രൂഷിക്കുന്നതെന്നും കൂടെ ചിന്തിച്ചാൽ അത് വിചാരിച്ച കുറേ എണ്ണം എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, ഞാൻ അവനെ വിടുവിച്ച്, ഞാൻ അവളെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. വിശ്വസിക്ക്. ഒരു സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കുക, ഒരു വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കുക, ഒരു ഡെലിവറൻസ് ഇതിനകത്ത് വ്യാപരിക്കുക. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ഞാൻ അവളെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. ദീർഘായുസ് കൊണ്ട് ആയുസിന്റെ മധ്യേ ശത്രു വില പറഞ്ഞ് നിൽക്കുന്ന ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ദീർഘായുസ് കൊണ്ട് ഞാൻ അവൾക്ക് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് കൊണ്ട്, ദീർഘായുസ് കൊണ്ട്, ദീർഘായുസ് കൊണ്ട്, ദീർഘായുസ് കൊണ്ട്, വിത്ത് ലോങ് ലൈഫ് ഐ വിൽ സാറ്റിസ്ഫൈ ഹിം. ഒന്ന് വിശ്വസിച്ചേറ്റെടുത്തേ, ഒന്ന് വിശ്വസിച്ചേറ്റെടുത്തേ, ഒന്ന് വിശ്വസിച്ചേറ്റെടുത്തേ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഒരു നിമിഷം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. ആമേൻ. ഇന്ന് പകൽ ആമേൻ തുടർന്നുള്ള സമയം പ്രിയ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനവുമായി നമ്മുടെ മുൻപാകെ കടന്നു വരും. ആമേൻ. ദൈവം തന്നെ ഏൽപ്പിച്ച ദൂത് നമ്മോട് കൈമാറും. അതിനു മുൻപേ ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവിക നിയോഗം എൻ്റെ മേലുള്ളത് കൊണ്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നമ്മുടെ പ്രിയ സഹോദരി അമലി, നമ്മുടെ പ്രിയ സഹോദരി ജാൻസിയുടെ ഇളയ സഹോദരിയാണ്. ജസ്റ്റിൻ പാസ്റ്റർ വൈഫ് ജാൻസിയുടെ ഇളയ സഹോദരിയാണ്. ആ സഹോദരി ശരീരത്തിന് വേണ്ടത്ര സൗഖ്യമില്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ICUവിലായിരിക്കുന്നു. യൂട്രസ് സംബന്ധമായ ഒരു ഓപ്പറേഷന് ശേഷം വളരെ ഗുരുതരാവസ്ഥയിൽ ആ പ്രിയ സഹോദരി ICUവിലായിരിക്കുന്നു. നമുക്ക് ആ സഹോദരിയുടെ പൂർണ്ണ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് സഭയായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആത്മിക മകനാണ്, ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു വാത്സല്യ മകൻ ഡാനി വർഷങ്ങൾക്ക് മുൻപ്, 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ് അദ്ദേഹം ദൈവികമായ രോഗസൗഖ്യം പ്രാപിച്ച് ഈ ദീർഘവർഷങ്ങൾ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വീണ്ടും ഒരു ഗുരുതരാവസ്ഥ ഉണ്ടാകുകയും അദ്ദേഹത്തിനൊരു ഓപ്പൺ മേജർ സർജറി വരുന്ന വ്യാഴാഴ്ചയാണെന്നാണ് എൻ്റെ അറിവ്. അതൊരു വലിയ സർജറിയാണ്, മേജർ സർജറിയാണ്, ഓപ്പൺ സർജറിയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവജനം ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഈ രണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. എല്ലാവരും ചേർന്ന് ഒന്ന് അല്പസമയങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഒരു വിഷയമായിട്ട്, നിങ്ങളുടെ ചേച്ചിക്കോ നിങ്ങളുടെ ചേട്ടനോ ഇത് സംഭവിച്ചാൽ നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കും, നിങ്ങളെങ്ങനെ കണ്ണുനീർ വീഴ്ത്തും? അതുപോലെ എല്ലാവരും ഇങ്ങനെ നിങ്ങൾ മൗനമായിരിക്കാനല്ല ഞാൻ പറഞ്ഞേ, ആ വാ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ശബ്ദമെടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ.
എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവിക നിയോഗമുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവിക നിയോഗമുള്ള ഒരാൾ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. പോരാ, ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ. നിങ്ങളിൽ നിന്നും ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശക്തിയോടെ. ഓ, ആരും എഴുന്നേറ്റ് നിൽക്കാനില്ലേ? ഒരാൾ പോലും ഇല്ലേ? ദൈവിക നിയോഗത്തോടെ എഴുന്നേറ്റ് നിന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഒന്ന് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇല്ല, അവിടെ നിന്നാലും മതി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പറയപ്പെട്ട വിഷയത്തെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രിയ പൈതൽ അമലിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക രോഗ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, ഐശ്വര്യമായിരിക്കുന്നല്ലോ അടിയങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രിയ മകളുടെ മേൽ വയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് അത്ഭുതമാകുമാർ ഒരു രോഗ സൗഖ്യം തൻ്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഞാൻ അനുവദിക്കയില്ലെന്ന് വാഗ്ദത്തം തന്നവനെ, നിന്നിൽ ആശ്രയിച്ചിറങ്ങി തിരിച്ച ആ കുടുംബം ലജ്ജിച്ചു പോകാനിടയാകരുത്. അനേക വേദികളിൽ കർത്താവിൻ്റെ സാക്ഷിയായി അവൾ നിൽക്കത്തക്കവണ്ണം ഇന്ന് ഈ പകൽക്കാലം ദൈവിക രോഗ സൗഖ്യം അവളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നീക്കിക്കളയാമെന്നുള്ളത് വാഗ്ദത്തമാകയാൽ ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പൈതൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വിളിച്ചു ചോദിക്കുമ്പോൾ, ഓ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ മകൻ ഡാനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 25 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ജീവൻ, അവൻ്റെ പ്രാണന് ശത്രു വില പറഞ്ഞതാ. ആ KMCH ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി കാണുമ്പോൾ അവനെ തിരിച്ചു കിട്ടുമെന്ന് ആരും വിശ്വസിച്ചില്ല. എന്നാൽ ഈ 25 വർഷം ആ കുഞ്ഞിന് ദൈവം ആരോഗ്യം കൊടുത്തു, ആയുസ് കൊടുത്തു. ബ്രെയിൻ ട്യൂമർ എന്ന വലിയ വ്യാധിയിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. കർത്താവെ, ഇന്ന് മാതാപിതാക്കന്മാർക്ക് അനേകർക്ക് അനുഗ്രഹമായി അവൻ ജീവിക്കുന്നു. എന്നാൽ വീണ്ടും ചില പ്രയാസങ്ങൾ ഞങ്ങൾ കണ്ടു. ദൈവകരങ്ങളിൽ അവനെ ഏൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇനി ഞങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകരുതേ. ഒരു രോഗസൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇനിയും നിന്റെ സാക്ഷിയായി നിൽപ്പാൻ ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ. ഏത് മാറാ വ്യാധിയാണെങ്കിലും എൻ്റെ കർത്താവ് ഒന്ന് തൊട്ടാൽ മതിയല്ലോ. എൻ്റെ കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയല്ലോ. കർത്താവേ, ഹല്ലേലൂയ. സൗഖ്യത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം രോഗത്താൽ ഭാരപ്പെടുന്നുവോ, ആരെല്ലാം ശരീരത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നുവോ, ഇന്ന് പകൽ ഞങ്ങൾ വിശ്വാസത്താൽ ഒരു സൗഖ്യം കൽപ്പിക്കുകയാണ്. കർത്താവേ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കരങ്ങൾ